നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം ഇത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന്റെ ഫിനിഷിംഗ് പോയിന്റ് ആണ്. അല്പസമയത്തിനകം 5:50 ജൂനിയർ പെൺകുട്ടികളുടെ 100 മീറ്റർ ഓട്ടം നടക്കുന്നത്. അതിനുശേഷം 6 മണിക്ക് ജൂനിയർ ബോയ്സിന്റെ നടക്കും, 6:10 സീനിയർ ഗേൾസിന്റെ നടക്കും, 6:20 സീനിയർ വിഭാഗം ആൺകുട്ടികളുടെ ഓട്ടമുണ്ട്, 6:30 സബ് ജൂനിയർ, 6:40 സബ് ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും 100 മീറ്റർ ഫൈനൽ. അപ്പോൾ ആരാകും വേഗരാജാവ്? കേരളത്തിന്റെ കൗമാര താരമാരാകും, വേഗരാജാവ് ആരാകും എന്നുള്ളൊരു കാത്തിരിപ്പ് തന്നെയാണ് നമുക്കുള്ളത്. ഒപ്പം തന്നെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ എനിക്കിപ്പം നിതിൻ ആ ലിസ്റ്റ് നമുക്കൊന്ന് വളരെ പെട്ടെന്ന് ആ ജൂനിയർ പെൺകുട്ടികളുടെ ആദ്യ മത്സരത്തിന്റെ ലിസ്റ്റ്. ആദ്യം നമുക്ക് 5:50 ജൂനിയർ പെൺകുട്ടികളുടെ 100 മീറ്റർ ഓട്ടമാണ്. അതിൽ 8 പേർ. അതിൽ നിലവിലെ റെക്കോർഡ് 12.10 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തത് 1988 വളരെ പഴക്കമുള്ള റെക്കോർഡാണ്. മാത്യു കണ്ണൂർ. അപ്പോൾ പക്ഷേ ഈ ആ സമയത്ത് അടുത്തൊന്നും തന്നെ ഹീറ്റ്സിലാരും ഓടിയെത്തിയിട്ടില്ല. പക്ഷേ ഹീറ്റ്സിലെ പ്രകടനം നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. പക്ഷേ മഴ ഒരു വലിയ ഘടകമാണ്. പ്രത്യേകിച്ച് ഈ സിന്തറ്റിക്കിൽ കുട്ടികൾക്ക് ഹീറ്റ്സിലെ പ്രകടനത്തിന് അടുത്തെത്താൻ പോലും പറ്റുമോ എന്നൊരു കാര്യത്തിൽ കായിക വിദഗ്ധർ തന്നെ വലിയ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അടുത്ത മത്സരം ജൂനിയർ ബോയ്സിന്റെയാണ്. ജൂനിയർ ബോയ്സിന്റെ നിലവിലുള്ളത് രാംകുമാറാണ്. ജീവിരാജ സ്പോർട്സ് സ്കൂളിന്റെ മൈലം 1988 തന്നെയാണ്. 10:90. ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഈ ഹീറ്റ്സിൽ റെക്കോർഡ് മറികടന്നൊരു പ്രകടനം നടത്തിയിട്ടുണ്ട്. 10.79. അത് അതുൽ TM ആണ്, ചാരമംഗലം, ആലപ്പുഴയുടെ. നിലവിലുള്ള റെക്കോർഡിനേക്കാൾ കുറഞ്ഞ സമയത്തിൽ തീർച്ചയായും. പക്ഷേ അത് ഹീറ്റ്സ് ആയതുകൊണ്ട് തന്നെ റെക്കോർഡായത് പരിഗണിക്കാൻ പറ്റില്ല. ഫൈനലിൽ അത് ആ പ്രകടനം വന്നെങ്കിൽ ഒരുപക്ഷെ കണക്കാക്കാൻ പറ്റും. അടുത്തുള്ളത് സീനിയർ പെൺകുട്ടികളാണ്. വേഗ റാണി ആര് എന്ന് കണ്ടെത്താൻ പറ്റുന്ന ഒരു മത്സരമാണ്. 12.05 ആൻസി സോജൻ 2019 നേടിയ റെക്കോർഡാണ്. അന്ന് നാട്ടിക സ്കൂളിന്റെ താരമായിരുന്നു ആൻസി സോജൻ. ഏതായാലും അതിൽ വലിയ മത്സരം അതിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും നവമുകുന്ദയുടെ താരമാണ് ആദിത്യാജി. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ മെഡൽ വിന്നർ കൂടിയാണ്. അപ്പോൾ ഇത്തവണ കൂടുതൽ മികച്ച പ്രകടനം അതിലേക്ക് എത്തും. പിന്നെ ഉള്ളത് സീനിയർ ബോയ്സ് ആണ്. സീനിയർ ബോയ്സ് ഈ ടൂർണമെന്റ് ഈ കായികമേളയുടെ ഏറ്റവും വേഗമേറിയ താരം ആരെന്ന് കണ്ടുപിടിക്കുന്നത് ജിജിം ജെയിൻ 2011 സ്ഥാപിച്ച റെക്കോർഡാണ്. കോതമംഗലത്തെ താരമായിരുന്നു. അന്ന് 10.70 അതാണ് അദ്ദേഹത്തിന്റെ റെക്കോർഡ്. പക്ഷേ ഈ നിരാശപ്പെടുത്തുന്ന കാര്യം ആരും 10ലേക്ക് ഓടിയെത്തിയിട്ടില്ല. ഹീറ്റ്സിൽ ആരും 10-അടുത്ത് പോലും എത്തിയിട്ടില്ല എന്നതാണ്. 11.01 ഒരാൾ എത്തിയിട്ടുണ്ട്. അത് നവാബുകുന്ദയുടെ ഫൈസുൽ ഹക്കാണ്. കഴിഞ്ഞ തവണ ഫൈസുൽ ഹക്കിന് മെഡൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും പിന്നീടുള്ള സബ് ജൂനിയർ പെൺകുട്ടികളുടേതാണ്. അതിൽ സിന്ധു മാത്യു 1987 നേരത്തെ പറഞ്ഞതിനേക്കാൾ പഴക്കമുള്ള റെക്കോർഡാണ്. സിന്ധു മാത്യുവിന്റെ റെക്കോർഡാണുള്ളത്. സബ് ജൂനിയർ ബോയ്സിൻ്റെത് വിഷ്ണു എഞ്ചി 2004. അത് CSH കോട്ടയത്തിന്റെ വിഷ്ണു എഞ്ചി ഉണ്ടാക്കിയ അല്ലെങ്കിൽ ആ റെക്കോർഡാണുള്ളത്. ഏതായാലും ഈ റെക്കോർഡുകൾ തകർക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമാണ്, പ്രത്യേകിച്ച് മഴ കൂടി പെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ. ഏതായാലും വലിയ വാശിയേറിയ മത്സരം. ഇനി വളരെ നിമിഷങ്ങൾ മാത്രമാണ്, 5 മിനിറ്റ് മാത്രമാണ് നിലവിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന സമയമനുസരിച്ച് ഉള്ളത്. ഏതായാലും 5 മിനിറ്റിനകത്ത് തുടരുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ 100 മീറ്ററിലേക്ക് പോവുകയാണ്. 100 മീറ്റർ 5 മിനിറ്റിനകം 100 മീറ്റർ മത്സരങ്ങൾ ആരംഭിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് അത് തന്നെ പ്രേക്ഷകർക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്നെ പങ്കുവെക്കാമെന്ന് കരുതുകയാണ്. അവിടെ ലൈൻ നമ്പർ 1 അവിടെ ട്രാക്ക് നമ്പർ 1 അന്ന മരിയ CS ആണ് വരുന്നത്. തൃശ്ശൂർ ആളൂർ RM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്, താരമാണ്. 12.89 ഹീറ്റ്സിൽ ഓടിയെത്തിയിരിക്കുന്നത്. ശ്രേയ സെന്റ് ജോസഫ് GSS ആലപ്പുഴ 12.8 ഓടിയെത്തിയിരിക്കുന്നത്. ശ്രേയയാണ് കഴിഞ്ഞ തവണ സീനിയർ താരത്തെക്കാൾ കൗതുക കൂടിയുള്ള കാര്യമാണ്. അതായത് വേഗ റാണി ആര് എന്ന് കണ്ടെത്തുന്നതിൽ നമ്മളെ പോലും കുഴക്കിയൊരു താരമാണ്. അതായത് സീനിയർ താരത്തിനാണോ വേഗ റാണിക്കുള്ള പുരസ്കാരം നൽകുക, അതോ കൂടുതൽ സമയത്തിൽ ഓടി ഫിനിഷ് ചെയ്ത പെൺകുട്ടിക്കാണോ നൽകുക എന്നതായിരുന്നു. അപ്പം അങ്ങനെ ജൂനിയർ കാറ്റഗറിയിലുള്ള ആൾക്കാണ് വേഗ റാണിക്കുള്ള പുരസ്കാരം, അല്ലെങ്കിൽ മീറ്റിലെ ഏറ്റവും വേഗതയിൽ മത്സരം ഓടിത്തെടുത്ത പെൺകുട്ടിക്കുള്ള ശ്രേയ. അന്ന് ആലപ്പുഴയുടെ ശ്രേയ ആയിരുന്നു ആ അവാർഡ് നേടിയത്. അപ്പോൾ ഏതായാലും ശ്രേയ മത്സരിക്കുന്നുണ്ട്. ശ്രേയക്ക് വലിയ ഒരു മത്സരം ഉണ്ടാകുമെന്ന് രണ്ടാമത്തെ ട്രാക്കിലാണ് ശ്രേയ വരുന്നത്. ശ്രേയ ചെസ്റ്റ് നമ്പർ 756 ശ്രേയ സെന്റ് ജോസഫ് GSS ആലപ്പുഴ വരുന്നു. മൂന്നാമത്തെ ട്രാക്കിൽ ദേവനന്ദ V ബിജു സെന്റ് ജോസഫ് HSS പുല്ലൂരാംപാറ 12.37. അതൊരു കൗതുകം ഉണ്ടാക്കുന്ന കൗണ്ടാണ് ഹീറ്റ്സിൽ. 12.37 ഹീറ്റ്സിലെത്തിയ ദേവനന്ദ V ബിജു സെന്റ് ജോസഫ് HSS പുല്ലൂരാംപാറ. നന്ദന V ജീവിരാജ സ്പോർട്സ് സ്കൂൾ തിരുവനന്തപുരം 12.57 ഓടിയെത്തിയിരിക്കുന്നു. മിഥുന TP സായി തലശ്ശേരി കണ്ണൂർ 12.71 എത്തിയിരിക്കുന്നു. അനാമിക അജേഷ് ഗവൺമെന്റ് DVHHS ചരമംഗലം ആലപ്പുഴയിൽ നിന്ന് അനാമിക എത്തുന്നു 12.72. ശ്രീനന്ദ സെന്റ് ജോസഫ് SSS തലശ്ശേരിയിൽ നിന്ന് കണ്ണൂരിനായി കുതിച്ചെത്തുകയാണ് 12.86. ജിൽഷ അനിൽ ജീവിരാജ സ്പോർട്സ് സ്കൂളിൽ നിന്ന് മറ്റൊരു വിദ്യാർത്ഥി കൂടി എത്തുകയാണ്. ജീവിരാജിൽ 3 സ്പോർട്സ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. സായിയുടെ ഉണ്ട്, ജീവിരാജിയുടെ ഉണ്ട്. അപ്പോൾ 3 പേർ സ്പോർട്സ് സ്കൂളിൽ നിന്നുള്ളവരാണ്. അപ്പോൾ
നമുക്ക് നോക്കി തന്നെ അറിയേണ്ടിയിരിക്കുന്നു. സായിൽ നിന്ന് ഒരു വിദ്യാർത്ഥിയുണ്ട്, ഒപ്പം ജി വി രാജയിൽ നിന്നല്ലേ രണ്ട് കുട്ടികളുമുണ്ട്. പക്ഷേ ഹീറ്റ്സിലെ പ്രകടനം നമ്മൾ നോക്കുന്നേ ഇല്ല കേട്ടോ. അപ്പൊ ഹീറ്റ്സിലെ പ്രകടനത്തിന് വലിയ പ്രാധാന്യം അതില്ല. പക്ഷെ രാവിലത്തെ ഒരു ക്ലൈമറ്റ് അല്ലല്ലോ ഇവിടെ. അല്ലല്ല, രാവിലെ അതിനുശേഷം വലിയ തോതിൽ മഴ പെയ്തിട്ടുണ്ട്, ട്രാക്കൊക്കെ നനഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അത് കുട്ടികളുടെ ഒരു പ്രകടനത്തെ ബാധിക്കുമെന്ന് സംശയമുണ്ട്. പക്ഷേ ഹീറ്റ്സിൽ നമ്മളിപ്പോൾ എന്ത് പ്രകടനമാണ് ഈ ഒരു റൗണ്ടിൽ ഏത് പ്രകടനമാണ് കുട്ടികൾ നടത്തുക, അതിനെ ആശ്രയിച്ച് മാത്രമായിരിക്കും ഫലം വരിക. രാവിലെ